നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്ന ലോകമഹാന്മാരിൽ പ്രധാനിയായ ജൂലിയസ് സീസറിനെയാണ്. പുരാതന റോമിലെ ഏറ്റവും പ്രതിഭാശാലിയായ ഭരണാധികാരിയായിരുന്നു ജൂലിയസ് സീസർ. അദ്ദേഹത്തിൻ്റെ സൈനിക നേതൃത്വവും രാഷ്ട്രതന്ത്രജ്ഞതയും വാക്ചാതുര്യവും വിഖ്യാതമാണ്. പിൽക്കാലത്ത് റോമിൽ ഭരണം നടത്തിയ ചക്രവർത്തിമാരെല്ലാം സീസർ എന്ന പേരിൽ അറിയപ്പെടുവാൻ ആഗ്രഹിച്ചു. ഇതിൻ്റെ കാരണം തന്നെ ജൂലിയസ് സീസറിൻ്റെ വ്യക്തിമാഹാത്മ്യത്തിൻ്റെ തെളിവാണ്. നൂറ്റാണ്ടുകൾക്ക് ശേഷം ജർമ്മനിയിലെ ചക്രവർത്തിമാർ കൈസർ എന്നും റഷ്യൻ ചക്രവർത്തിമാർ സർ എന്നും സ്ഥാനപ്പേരുകൾ സ്വീകരിച്ചതും സീസറിനോടുള്ള ആദരസൂചകമായിട്ടാണ്. BC 100-ാം ആണ്ടിലാണ് ജൂലിയസ് സീസർ ജനിച്ചത്. പ്രാരംഭദശയിൽ ശ്രദ്ധേയമായ സ്വഭാവ വൈശിഷ്ട്യം പ്രകടമായില്ലെങ്കിലും രാഷ്ട്രീയത്തിലും യുദ്ധരംഗത്തുമുള്ള ദീർഘകാലത്തെ പരിചയവും ആഭ്യന്തര കലാപത്തിൽപ്പെട്ട അന്നത്തെ റോമിൻ്റെ ദുരവസ്ഥയും ജൂലിയസ് സീസറിൻ്റെ ഭരണ നൈപുണ്യവും നേതൃത്വ വാസനയും പുഷ്കലമാക്കുന്നതിന് കളമൊരുക്കി. BC 60-ൽ ക്രാസസ്, പോംബി എന്നീ ജനറൽമാരോട് ചേർന്ന് റോമിലെ പ്രധാന ട്രയംവിറൈറ്റ് സീസർ രൂപീകരിച്ചു. 6 സംവത്സരം ഇവരൊരുമിച്ച് റോമിൻ്റെ ഭരണ ചുമതല നിർവഹിച്ചു. പിന്നീട് സമർത്ഥമായ കരുനീക്കത്തിലൂടെ സീസർ കോൺസൽ ആയി നിയമിതനായി. സോളിലെ റോമൻ സൈന്യത്തിൻ്റെ കമാൻഡറായി നിയമിക്കപ്പെട്ട അദ്ദേഹം നിരവധി യുദ്ധങ്ങളിൽ റോമിനെ വിജയകിരീടമണിയിച്ചു. സീസറുടെ ജൈത്രയാത്ര മെഡിറ്ററേനിയൻ കടലിൻ്റെ അതിരുകൾ കടന്ന് ഫ്രാൻസും ബെൽജിയവും സ്പെയിനും കീഴടക്കിയതോടെ ആധുനിക യൂറോപ്പിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. വിജയശ്രീ ലാളിതനായി റോമിലേക്ക് തിരിച്ച സീസറുടെ പെരുമ വളരെ അധികം വർദ്ധിച്ചു. ഇത് സഹചാരികളുടെ എതിർപ്പിന് കാരണമായി. റോമിൽ തിരിച്ചെത്തിയ സീസർ തൻ്റെ ഉറ്റ അനുയായികളാൽ വധിക്കപ്പെട്ടു. അത് BC 44 മാർച്ച് 18-നാണ്. ഈ ഉറ്റ സഹചാരികളാൽ വധിക്കപ്പെട്ട സീസറുടെ ജീവിതകഥയെ ആസ്പദമാക്കിയാണ് ജൂലിയസ് സീസർ എന്ന വിഖ്യാത നാടകം ഷേക്സ്പിയർ രചിച്ചത്. സീസർ ദാരുണമായി വധിക്കപ്പെട്ടതോടെ റോം വീണ്ടും ആഭ്യന്തര കലാപങ്ങളുടെ നടുവിൽപ്പെട്ടു. ഇത് റോമിനെ ഭരണരംഗത്ത് നയിച്ച പ്രതിഭാശാലിയായ BC അവസാന